ഗുരുവായൂർ ഏകാദശി ദിനത്തിലെ പൂജ മാറ്റാനുള്ള തീരുമാനത്തിന് പിന്നിൽ ദേവസ്വത്തിന്റെ അജണ്ടയെന്ന് ബി.ജെ.പി. പൂജാക്രമങ്ങളെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ദേവസ്വം നടത്തുന്നതെന്നും ബി.ജെ.പി. ആരോപിച്ചു. അതേസമയം കേസിൽ കക്ഷി ചേരാനുള്ള ഓദിക്കന്മാരുടെ അപേക്ഷ കോടതി സ്വീകരിച്ചു. ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട്. ആനന്ദ്, ബി.ജെ.പി. പറയുന്നത് ഈ ഗുരുവായൂർ ഏകാദശി ദിനത്തിലെ പൂജ മാറ്റാനുള്ള തീരുമാനം അത് എത്രയോ വർഷക്കാലമായി ആചരിച്ചു വരുന്ന ഒരു ആചാരമാണ്. അത് എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് മാറ്റാനുണ്ടായ സാഹചര്യം? മാത്രവുമല്ല, ഭക്തജന തിരക്കാണ് ഇതിന് കാരണമെന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് ഭക്തജന തിരക്ക് ഉണ്ടായിരുന്നില്ലേ? ഇത്രയും നാളില്ലാതെ ഇപ്പോൾ മാത്രം എന്തിനാണ് ഈ ഭക്തജന തിരക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് ദേവസ്വം ബോർഡ് കടക്കുന്നത്? ഇത് കൃത്യമായ ഗൂഢാലോചനയാണ്. ദേവസ്വത്തിന് ഇതിന് പിന്നിൽ ഒരു പ്രത്യേക അജണ്ടയുണ്ട് എന്നും കൂടി ബി.ജെ.പി. പറഞ്ഞു വെക്കുകയാണ്, അല്ലേ? തീർച്ചയായിട്ടും ചെയ്യുക. എന്തായാലും ഈ ഉദയാസ്തമന പൂജ, ഏകാദശി ദിനത്തിൽ നടത്തിയിരുന്ന ഉദയാസ്തമന പൂജ മാറ്റാനുള്ള ദേവസ്വത്തിന്റെ നിലപാടിനെതിരെ പ്രതിഷേധം കടുപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബി.ജെ.പി. രംഗത്തെത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് ദേവസ്വം എത്തിയതിനു പിന്നിൽ വ്യക്തമായിട്ടുള്ള ഒരു അജണ്ട ഉണ്ട് എന്നാണ് ബി.ജെ.പി. ആരോപിക്കുന്നത്. ഒരു ഭക്തജനങ്ങൾ പോലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂജ മാറ്റണമെന്നോ അല്ലെങ്കിൽ അത്തരത്തിൽ തങ്ങൾക്ക് ക്യൂ നിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകളോ ഒരു ഭക്തജനങ്ങളും ഇതുവരെ പരസ്യമായി വന്ന് പറയുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ഭക്തജനങ്ങൾക്കും അത്തരത്തിലൊരു വിഷയമില്ല. പിന്നെ ആർക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ ഈ പൂജ മാറ്റുന്നത് എന്നാണ് ബി.ജെ.പി. ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഈ പൂജാക്രമങ്ങളെ ശങ്കരാചാര്യർ ചിട്ടപ്പെടുത്തിയ ഈ പൂജാക്രമങ്ങളെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമാണ് ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതെന്നും ബി.ജെ.പി. ആരോപിക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ ഏതറ്റം വരെയും നിൽക്കാൻ ബി.ജെ.പി. തയ്യാറാണ്. ഭക്തജനങ്ങളുടെ കൂടെ തന്നെയാണ് ബി.ജെ.പി. എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇന്നലെ വ്യക്തമാക്കിയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കോടതിയിൽ വാദം ഇന്നും തുടരും. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓദിക്കന്മാർ കോടതിയിൽ കക്ഷി ചേരാനുള്ള അപേക്ഷ നൽകിയിരുന്നു. ആ അപേക്ഷ കോടതി സ്വീകരിച്ചിട്ടുണ്ട്. വാദം ഇന്നും തുടരും. ഈ വരുന്ന ഡിസംബർ 11 തന്നെയാണ് ഗുരുവായൂർ ഏകാദശി. നൂറ്റാണ്ടുകളായി തുടർന്നു വന്നുകൊണ്ടിരുന്ന ഏകാദശി ദിനത്തിൽ ഉദയാസ്തമന പൂജയാണ് ഈ ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നു എന്നുള്ളൊരു കാരണം പറഞ്ഞുകൊണ്ട് ദേവസ്വം മാറ്റിവെക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. തന്ത്രിയും ഈ നിലപാടിനൊപ്പം ചേരുകയും ചെയ്യുകയായിരുന്നു. പക്ഷേ ഇതിൽ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. ഈ തന്ത്രി കുടുംബത്തിലെ 9 അംഗങ്ങൾ തന്നെ നേരിട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇത് ആചാരലംഘനമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ക്ഷേത്രരക്ഷാ സമിതി കക്ഷി ചേരുന്നു. ഇപ്പോൾ ഓദിക്കന്മാരുടെ സംഘം കക്ഷി ചേരുന്നു. നിരവധി ആളുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറുളയം കുടുംബം അത്തരത്തിൽ കക്ഷി ചേരാനുള്ള അപേക്ഷകൾ നൽകിയിട്ടുണ്ട്. എന്തായാലും കോടതിയിൽ വാദം ഇന്നും തുടരും. ഈ ഭക്തജനങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ ഈ ഡിസംബർ 11 ഉദയാസ്തമന പൂജ നടക്കും എന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് കോടതിയുടെ ഭാഗത്തുണ്ടാവുന്നുള്ള ഒരു ആശ്വാസത്തിൽ തന്നെയാണ് പൊതുവെ എല്ലാവരും. ദേവിക, ഗുരുവായൂർ ഏകാദശി ദിനത്തിലെ ഉദയാസ്തമന പൂജ മാറ്റാനുള്ള തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബി.ജെ.പി. ഹൈന്ദവ സംഘടനകളും ഈ ഒരു വിഷയത്തിൽ ദേവസ്വം ബോർഡിനെതിരെയാണ്. പൂജാക്രമങ്ങളെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ദേവസ്വം നടത്തുന്നതെന്നും ബി.ജെ.പി. ആരോപിക്കുന്നു. അതേസമയം കേസിൽ കക്ഷി ചേരാനുള്ള ഓദിക്കന്മാരുടെ അപേക്ഷ കോടതി സ്വീകരിച്ചിരിക്കുകയാണ്. ആനന്ദ് പുത്തൂരാണ് ഗുരുവായൂരിൽ നിന്നും വിശദവിവരങ്ങൾ നൽകിയത്.